പരിശുദ്ധാത്മാവേ സഹായക, നിരന്തരമെന്നെ സഹായിക്കണേ. നിത്യവും കൂടെ വസിക്കുന്നോനേ, അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ ഞായറാഴ്ചകളിലും ദൈവജനം ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് എത്രയോ അനുഗ്രഹങ്ങളാണ് പ്രാപിക്കുന്നത്. ഇതിനെല്ലാം കാരണം ഞങ്ങളുടെ പ്രിയപ്പെട്ട സേവർക്കാരൻ വട്ടായച്ചനാണ്. അച്ഛനെ പ്രത്യേകം ഓർക്കുകയാണ്. ഒപ്പം അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ ഇപ്പോൾ നമുക്ക് വചന ശുശ്രൂഷ തന്നുകൊണ്ടിരിക്കുന്ന ബിനോയ് കരിമരുന്നൽ അച്ഛനെയും സോജി ഓലിക്കൽ അച്ഛനെയും ഓർക്കുന്നു. അവരെല്ലാം കൂട്ടായ്മയിൽ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കുചേരാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളുടെ പ്രാർത്ഥനകൾ നിയോഗങ്ങൾ സമർപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. അതിന് ആ ദുഃഖങ്ങളെല്ലാം മാറാൻ ഈ ശുശ്രൂഷയിൽ നമ്മൾ ആദ്യമേ തന്നെ ദൈവത്തെ കുറേ സമയം സ്തുതിച്ച് പ്രാർത്ഥിക്കും. ആ സ്തുതിപ്പിൻ്റെ സമയത്ത് തന്നെ ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ഇറങ്ങി വരും. പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം അപ്പോൾ നിറയും, അല്ലേ? നമ്മൾ അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 14-ാമത്തെ തിരുലിഖിതം കാണുന്ന ഇങ്ങനെയാണ്: ഇവർ ഏക മനസ്സോടുകൂടെ പരിശുദ്ധ അമ്മയോടൊപ്പം പ്രാർത്ഥനയിൽ മുഴുകിയിരുന്നു. അപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിച്ചത്. അപ്പോൾ ഈ അഭിഷേകാഗ്നി ശുശ്രൂഷയിൽ പങ്കുചേരുമ്പോൾ കുടുംബം മുഴുവൻ ഒരുമിച്ച് പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന് തുറന്നു കേൾക്കുന്ന വചനങ്ങളൊക്കെ സ്വീകരിച്ച് ദൈവത്തെ കുറേ സമയം സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വലിയ ഒരു സ്നേഹം നമ്മളിലേക്ക് നിറയുകയും ആ സ്നേഹ അനുഭവത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ വചനം കേൾക്കാനിരിക്കുന്നവർ അതെല്ലാവരും, കുടുംബത്തിലെല്ലാവരും എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നവരെല്ലാം എഴുന്നേറ്റ് നിൽക്കുക. ഇനി രോഗികളായിട്ടാണോ നിങ്ങൾ കസാരയിൽ ഇരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരണം. 2 കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളിലേക്ക് നിറയുന്ന സമയം സ്വരമുയർത്തി ഉച്ചത്തിൽ എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ കരമടിച്ച്. പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ കരമുയർത്തിയടിച്ച്. പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. കരങ്ങൾ താഴ്ത്തി കുടുംബത്തിൽ മാതാപിതാക്കളും മക്കളും ഒരേ കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുകയാണ്. യുവക്കന്മാർ പ്രാർത്ഥിക്കട്ടെ, നവദമ്പതിമാർ പ്രാർത്ഥിക്കട്ടെ, രോഗികൾ പ്രാർത്ഥിക്കട്ടെ, വേദനിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സങ്കടങ്ങളെല്ലാം ഈശോയ്ക്ക് കൊടുത്ത് പരിശുദ്ധനായ ദൈവത്തെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. മാറായില കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, മാറായില കൈപ്പുള്ള ജലം മാധുര്യമാക്കി മാറ്റിയവൻ, അലറിവരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം, അലറിവരും ഒരു ചെങ്കടലിൽ പാതയൊരുക്കിയ ദൈവം. പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, അമർത്യനേ നീ പരിശുദ്ധൻ, കൃപ തൂകണമേ. പാവനനേ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ,
അമർത്യന് നീ പരിശുദ്ധൻ കൃപ കൂകണമേ എന്നും ഹല്ലേലൂയ 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 ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഉറക്കെ സ്തുതിക്കട്ടെ. ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവജനത്തിന് മേൽ കർത്താവിന്റെ സ്നേഹം നിറയുന്ന സമയം, എന്നോട് നിറയുന്ന സമയം, അഭിഷേകത്തിന്റെ സമയം, പരിശുദ്ധാത്മാവിനെ വിളിച്ച് എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. യേശുനാമത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബത്തിൽ വെളിപ്പെടട്ടെ. സ്വരമുയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ. എല്ലാ കുടുംബങ്ങൾ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. പരിശുദ്ധ ശക്തി വ്യാപരിക്കട്ടെ. യേശു നാമത്തിന്റെ ശക്തി നിങ്ങളുടെ കുടുംബങ്ങൾ നിറയട്ടെ. എല്ലാവരുടെയും കണ്ണുനീരൊപ്പുന്ന അത്ഭുത അഭിഷേകം ഇന്ന് ഈ രാത്രിയിൽ നിങ്ങളുടെ മേൽ വീശട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ശാന്തമായി കസേരയിലേക്ക് ഇരിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് നമ്മുടെ കുറവുകളും ബലഹീനതകളും ഏറ്റുപറയുമ്പോൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്ക് കുറവുകളും ബലഹീനതകളും ഉണ്ട്. ചില ബലഹീനതകൾ നമ്മളെ തകർത്ത് കളയും. എന്നാൽ അത് മനസ്സിലാക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ദൈവം ആ കുടുംബത്തിൽ അത്ഭുതം പ്രവർത്തിക്കും. ഇങ്ങനെ തകർന്ന ഒരു കുടുംബം ദൈവവചനം കേട്ട് കർത്താവിനെ ആരാധിച്ചപ്പോൾ ആ കുടുംബത്തിന് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് വന്ന ഒരു മാറ്റം, ഈശോ കൊടുത്ത ഒരു മാറ്റം, ഒരു ചേഞ്ച് എന്താണെന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ജിൻസൺ. ഞാൻ ഇരിഞ്ഞാലക്കുട അടുത്ത് മാപ്രാണെന്ന്. ഇരിങ്ങാലക്കുട മാപ്രാണത്ത് വരുന്ന ജിൻസൺ സഹോദരനാണ് ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്നത്. പറഞ്ഞോ. ഞാൻ എൻ്റെ 13ാമത്തെ വയസ്സിൽ മദ്യപാനം, ബീഡി വലി തുടങ്ങി. ഒരു 18 വയസ്സ് ചീട്ടുകളി, ഹാൻസ് ഉപയോഗിക്കാത്ത ഒന്നുമില്ല. 13ാമത്തെ വയസ്സിൽ മദ്യം, വീടി, 18 വയസ്സിൽ ഹാൻസ്, പാമ്പരാഗം എല്ലാം, ചീട്ടുകളിയും എല്ലാ സാധനവും ഉണ്ടായിരുന്നു. ചെയ്യാത്തൊന്നുമില്ല. എന്താ പറഞ്ഞേ? ചീട്ടുകളി. ആരും നിയന്ത്രിക്കാനുണ്ടായിരുന്നില്ല. തന്നെ ഇഷ്ടം പോലെ നടന്ന് ഞാനൊരു തോന്നിയാസിയായിട്ടൊക്കെ ജീവിച്ചു അല്ലേ? ഞാനൊരു പാചകക്കാരനാണ്. ഇഷ്ടംപോലെ പൈസയുണ്ട്. പാചകത്തിന് പോയാൽ ധാരാളം മദ്യം ലഭിക്കും. പൈസക്കാലം വരും. മദ്യമാണെന്ന് കൂടുതൽ കിട്ടുക. അപ്പോൾ അതുകൊണ്ട് നമ്മളതിനടിമയായി. ഒരു 2018 വരെ, 17 ആയപ്പോഴേക്കും അതിനടുത്ത് കല്യാണം കഴിഞ്ഞ് 2 കുട്ടികളുണ്ടായി. 17 കഴിഞ്ഞ് മദ്യപാനം ഓവറായിപ്പോൾ മദ്യപാനം ഓവറായി. 18 ആയപ്പോഴത്തേക്കും ഓവറായി. പണ്ടൊക്കെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു. 17-18 ആയപ്പോഴത്തേക്ക് പിന്നെ കണ്ട് കാണാത്ത വിധത്തിലാണ് കുടിച്ചോണ്ടിരുന്നത്. നിയന്ത്രണം പോയി. അപ്പോൾ ഭാര്യ പിണങ്ങിപ്പോയി. ഞാൻ വീട്ടിൽ തനിയായി. കുടുംബജീവൻ തകർന്ന് ഭാര്യ മക്കളെയും കുട്ടിയൊക്കെ എടുത്ത് വീട്ടിൽ പോയി ഒറ്റയ്ക്കായി. അങ്ങനെ ബന്ധിപ്പിച്ച് ഒറ്റയ്ക്കായി. പിന്നെ നിയന്ത്രണമില്ല. രാത്രിയും പകലൊന്നുമില്ല. മേടിക്കുക, കുടിക്കുക. അങ്ങനെ എൻ്റെ ജ്യേഷ്ഠൻ എൻ്റെ അവസ്ഥ കണ്ട് എന്നെ കൊണ്ടുപോയി തൊടുപുഴ ഒരു ഡീലക്ഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി. അവിടെ അവർ കൗൺസിലിങ്ങിന് വിളിച്ച് വീട്ടുകാർ ഭാര്യ വരുത്തിച്ചു. ഭാര്യ വന്നപ്പോൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ, അട്ടപ്പാടി പോകണം. അങ്ങനെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ കൂടെ വരാം, അല്ലെങ്കിൽ എന്നെ പ്രതീക്ഷിക്കേണ്ടതാണ്. എനിക്കാണെങ്കിൽ അട്ടപ്പാടി എന്താ, ഏതാ ഒന്നും അറിയില്ല. ഏത് ജില്ലയിൽ പോലും അറിയില്ല. ശരി, ഞാൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഈ ഡീലക്ഷൻ സെൻറ്ററിൽ വളരെ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതിന് പുറത്ത് കിടക്കാൻ വേണ്ടി ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ പുറത്ത് കിടക്കാമല്ലോ എന്ന് പറഞ്ഞ് നേരെ അവിടെ നിന്ന് നേരെ 2018 മെയ് 26 ഇവിടെ വൈകുന്നേരം വന്ന് കയറി. എനിക്ക് ബോധമൊന്നുമില്ല, ഓർമ്മയൊന്നുമില്ല. അതിനിടയിൽ അവൾ കുടിച്ചോ? ആ വഴിയിൽ പാലക്കാടും മണ്ണാർക്കാടും കുടിച്ചു. ഞാൻ എൻ്റെ ഭാര്യയോട് കളവ് പറഞ്ഞു, എനിക്ക് ബാത്റൂമിൽ പോകാൻ പറ്റില്ല. അപ്പോൾ അവർ എന്തായെങ്കിലും ആയിക്കോട്ടെ, ഇവിടെ എത്തിക്കാലോ എന്നുള്ള ധാരണയായിരിക്കണം അവർക്ക്. അങ്ങനെ ഇവിടെ നിന്ന് ധ്യാനത്തിന് കയറി. അന്ന് വൈകുന്നേരം ബുദ്ധിമുട്ടായിരുന്നു. എന്നെ ഇവിടെ ഈ പീറ്റേഴ്സ് ഇവിടെ ഒരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ അഡ്മിറ്റൊക്കെ ആയി. രാവിലെ വന്ന് ധ്യാനം കൂടിയത്. അപ്പോൾ പിൻഭാഗത്ത് അച്ഛൻ നെറ്റിമി പിടിപ്പിക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഞാൻ അവിടെ പോയി നെറ്റിമി പിടിപ്പിച്ച്. അത് കഴിഞ്ഞ് ധ്യാനം കൂടി. പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. പക്ഷേ ധ്യാനം കഴിഞ്ഞ് ഇതുപോലെ വെള്ളിയാഴ്ച രാവിലെ ആയിരുന്നു ധ്യാനം കഴിഞ്ഞത്. രാവിലെ കുർബാന കഴിഞ്ഞ പുറത്ത് നിന്ന് ഞാൻ എൻ്റെ ഭാര്യയോട് വാക്ക് കൊടുത്തു, ഇനി ഞാൻ മദ്യപിക്കില്ല, ഇവർക്ക് കുടിക്കില്ല. 2018 ഇന്ന് വരെ ഞാൻ കുടിക്കുക. എത്ര വർഷമായി? 7 വർഷം.
7 വർഷമായി. നോക്ക് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ വരുമ്പോൾ തന്നെ തിരിച്ചു പോയി കുടിക്കാനായിട്ട് ആഗ്രഹിച്ചാണ് വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ശരിക്കും അന്ന് ഇതുപോലെ അച്ഛൻ നിന്ന് പ്രാർത്ഥിക്കില്ലേ, നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് വന്ന് ഒരു ബ്ലെസ്സിങ്, ഒരു ആശീർവാദം. അത് സാംസൺ അച്ഛനായിരുന്നു. എനിക്കന്ന് അറിയില്ലായിരുന്നു സാംസൺ അച്ഛൻ അത് നെറ്റി പിടിപ്പിച്ചതെന്നും. ഭാര്യ ഇന്ന് പറഞ്ഞു, ധ്യാനത്തിന് പോകുമ്പോൾ ഭാര്യ പറഞ്ഞു അവിടെ സാംസൺ അച്ഛനുണ്ടാവും, സാംസൺ അച്ഛനെ കാണണം. ഞാനിവിടെ വന്നപ്പോൾ സാംസൺ അച്ഛനെ കണ്ടു, നെറ്റി പിടിപ്പിച്ച് അച്ഛനോട് കാര്യം പറഞ്ഞു. ഇന്ന് വരെ മദ്യപാനോ ലഹരി വട്ടയപ്പം പോലും, കള്ളൊഴിച്ച അപ്പം പോലും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. അതായത് കള്ളൊഴിച്ച അപ്പം പോലും കഴിക്കില്ല. അങ്ങനെ വേണം. ഹല്ലേലൂയ. അന്ന് മുതലാണ് എനിക്ക് തിരിച്ചറിവ് എന്നൊരു സംഭവം മനസ്സിലായി. ദൈവമുണ്ട്, ദൈവ സ്നേഹമുണ്ട് എന്നുള്ളത്. അത് എനിക്ക് ശേഷം എനിക്ക് ഇന്ന് വരെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ സ്വന്തം കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങി. 4 വണ്ടിയുണ്ട്. ഒരു കാറ് കഴിഞ്ഞ ആഴ്ച മേടിച്ചു. നോക്കിയേ, മദ്യപാനം നിർത്തി കഴിഞ്ഞപ്പോഴത്തേക്കും അന്നെല്ലാം ലഹരി പിടിച്ച് വീടെല്ലാം അലങ്കോലമായി, ഭാര്യ ഓടി, മക്കളൊരു വഴിക്ക്. ഇപ്പം നമുക്ക് സ്വന്തമായിട്ട് 4 വണ്ടി, പിന്നെ വീട്ടിൽ കുടുംബക്കാർക്ക് എല്ലാവർക്കും യാത്ര ചെയ്യാൻ ഒരു കാറ്, പിന്നെ സാമ്പത്തികമായിട്ടും എല്ലാം അല്ലേ, മാനസികമായിട്ട് നല്ല സന്തോഷം അല്ലേ. സാമ്പത്തികമായിട്ട് നല്ല നല്ല സന്തോഷത്തിലാണ്. ഭാര്യ മക്കളും ജീവിതം എന്തെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ഈ 8 വർഷം കൊണ്ട് ജീവിതം എന്താണെന്ന് മദ്യപാനം നിർത്തിയപ്പോൾ മനസ്സിലായി. നല്ലൊരു വലിയ അഭിഷേകം. ഹല്ലേലൂയ. നല്ലൊരു അഭിഷേകം. സന്തോഷമല്ലേ? സന്തോഷം. വളരെ സന്തോഷത്തോടെ ഇന്ന് ധ്യാനം കൂടുകയാണ്. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കരങ്ങളെ അടിച്ച് വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം, പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വീടുകൾ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുണ കാണാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ സ്വന്തമാക്കി കഴിഞ്ഞപ്പോൾ, ആ കർത്താവിനെ സ്വന്തമാക്കി അപ്പോഴാ ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത അനുഗ്രഹങ്ങൾ എത്രമാത്രമാണ്. അനുഗ്രഹത്തിൻ്റെ ഒരു മഴ തന്നെ പെയ്തു എന്ന് പറയാം. പിന്നീട് ജീവിതം തന്നെ മാറി. കുടുംബത്തിൽ സമാധാനം, ഭാര്യ, മക്കള് ഇവരെല്ലാം കൂടെ ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും എല്ലാം അനുഗ്രഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ലോകത്തിലെ സുഖങ്ങളോ സൗകര്യങ്ങളോ അല്ല നമുക്ക് വേണ്ടത്, മറിച്ച് ക്രിസ്തുവിനെ സ്വന്തമാക്കി ജീവിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം എങ്ങനെയാണ്? ക്രിസ്തുവിനെ പ്രതി ബാക്കിയെല്ലാം നഷ്ടമായി കരുതുക. ക്രിസ്തുവിനെ പ്രതി ബാക്കിയെല്ലാം നഷ്ടമായി കരുതുക. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 7-8 തിരുലിഖിതങ്ങൾ. ഫിലിപ്പി ചാപ്റ്റർ 3 വേർഡ്സ് 7 and 8. ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതാകയാൽ സർവവും നഷ്ടമായി തന്നെ ഞാൻ പരിഗണിക്കുന്നു. അവനെ പ്രതി ഞാൻ സകലവും നഷ്ടപ്പെടുത്തുകയും ഉച്ഛിഷ്ടം പോലെ കരുതുകയുമാണ്. കണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സകലതും ഉച്ഛിഷ്ടം പോലെ കരുതുകയാണ്. ഇത് നമുക്കൊരു ഈ വചനം നമ്മളുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിയണം. ക്രിസ്തുവിനെ സ്വന്തമാക്കണം. ആ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി നമുക്ക് ചിലപ്പം പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ക്രിസ്തുവിൻ്റെ വചനത്തെ ലംഘിക്കാൻ, ക്രിസ്തുവിനെ ഇകഴ്ത്തി സംസാരിക്കാൻ, ക്രിസ്തുവിനെ മാറ്റി നിർത്താനൊക്കെ ചില സാഹചര്യങ്ങളുണ്ടാകും. അപ്പോൾ ചിലപ്പോൾ നമുക്ക് അതുകൊണ്ട് ചില സ്ഥാനമാനങ്ങൾ കിട്ടും, അധികാരങ്ങൾ കിട്ടും, അംഗീകാരങ്ങൾ കിട്ടും. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തെ മാത്രം, യേശുക്രിസ്തുവിനെ മാത്രം തള്ളിക്കളയരുത്. എന്തെല്ലാം നമുക്ക് നഷ്ടമാകട്ടെ, യേശുവിനെ നിങ്ങളുടെ സ്വന്തമാക്കണം. ആ യേശുവിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാകണം. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സർവ്വതും നഷ്ടമാക്കി കണക്കാക്കി മുമ്പോട്ട് പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് തന്നെ സഹായിക്കും. അതിന് നമ്മൾ എന്ത് വിലയും കൊടുക്കണം, ജീവൻ കൊടുക്കണം, അത് തയ്യാറാകണം. അതല്ലേ നമ്മൾ തിരുസഭ ചരിത്രം പഠിക്കുമ്പോൾ കാണുന്നത്, അനേകർ ഈശോയെ സ്വന്തമാക്കാൻ സ്വന്തം ജീവൻ തന്നെ കൊടുത്തു. നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 44-ാമത്തെ തിരുലിഖിതം പറയുന്നുണ്ട്, സ്വർഗരാജ്യം വയലിൽ ഒളിപ്പിച്ചിരിക്കുന്ന നിധിക്ക് തുല്യം, അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വയ്ക്കും, സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വെച്ച് ആ വയൽ വാങ്ങുകയും ചെയ്യും. ഇത് സ്വർഗരാജ്യം സ്വന്തമാക്കാനാണ്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറയുന്ന ഈ വചനം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൽ തോന്നിയ ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ നീ കണ്ടുമുട്ടിയാൽ പിന്നെ എന്തെല്ലാം നഷ്ടം വരട്ടെ, അപ്പോൾ
ചിലപ്പോൾ ആരോഗ്യം നഷ്ടപ്പെടും, അതിന് ചിലപ്പോൾ നമ്മുടെ രോഗം വരും, പീഡകൾ വരും, ഇതെല്ലാം നമ്മൾക്ക് തരും, എന്തെങ്കിലുമൊക്കെ വന്നോട്ടെ. എന്നാലും യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വന്തമാക്കണം. സകലതും കൊടുത്തിട്ട് കർത്താവിനെ സ്വന്തമാക്കണം. ഈ ലോകത്തിൽ നിങ്ങൾ എന്തെല്ലാം നേടിയാലും ഈശോയെ നേടിയില്ലെങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഒന്നുമില്ല. തൊട്ടടുത്ത വചനം തന്നെ മത്തായി 13:46 അവൻ വിലയേറിയ ഒരു രക്തം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഈ 2 വചനങ്ങളിലൂടെ ഞാൻ നിങ്ങൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്ന ഒരു സന്ദേശം ഇത്രയേ ഉള്ളൂ: യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുക. എന്ത് വില കൊടുത്തും, എന്ത് വില കൊടുത്തും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലപ്പോഴും നമ്മൾ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ കടബാധ്യത മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ മറ്റ് പലതരത്തിൽ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊന്നും വേണ്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടില്ല. പക്ഷേ യേശു ക്രിസ്തുവിനെ നമ്മുടെ ജീവനും ജീവിതമാക്കി മാറ്റുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ബാക്കിയെല്ലാം കൂട്ടിച്ചേർക്കും. പിന്നെ നമുക്കെല്ലാം സ്വീകരിക്കാൻ റെഡിയാവും, നമ്മളെ തന്നെ റെഡിയാക്കും കർത്താവ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. ഈ വചനം പറയുമ്പോൾ, ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് തിരുസഭയിലെ വലിയൊരു വിശുദ്ധയുടെ കാര്യം ഓർക്കുകയാണ്. ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് ആൻഡ്രൂ 2 രാജാവിൻ്റെ മകളായിരുന്നു. ചെറുപ്പം മുതലേ പരിത്യാഗ പ്രവൃത്തി, ഉപവാസം, പ്രാർത്ഥന, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ജീവിതത്തെ തന്നെ വിലയായി കൊടുത്ത് ജീവിച്ച ഒരു രാജകുമാരിയായിരുന്നു എലിസബത്ത്. അവളുടെ പ്രായപൂർത്തിയായപ്പോൾ ലൂയിസ് 4 എന്ന് പറയുന്ന രാജാവിനെ തന്നെ വിവാഹം ചെയ്യും. വിവാഹം ചെയ്ത് രാജകൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവൾ ചിന്തിച്ചത് എങ്ങനെയാണ്? പൈസ എന്ന് പറഞ്ഞാൽ ദരിദ്രർക്ക് കൊടുക്കാനുള്ളതാണ്. ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും രോഗികൾക്കും. അവർക്ക് എന്ത് ചെയ്യും? ഇവളെ കാണുന്ന ദരിദ്രർക്ക്, ആ കൊട്ടാരത്തിൽ വരുന്ന എല്ലാ പാവപ്പെട്ടവർക്കും ധാരാളം വാരി കൊടുക്കും. ചില ദിവസങ്ങളിലൊക്കെ ഭർത്താവ് വീട്ടിലില്ലാത്ത സമയങ്ങളിലൊക്കെ അവൾ എന്ത് ചെയ്യും? വലിയൊരു ബാഗിനകത്ത് നിറച്ച് പൈസ കൊണ്ടുപോകും. എന്നിട്ട് ആളുകൾക്കെല്ലാം കൊടുക്കും. തെരുവിലേക്കൊക്കെ ഇറങ്ങി പാവപ്പെട്ടവർക്കെല്ലാം കൊടുക്കും. അങ്ങനെ ഒരു ദിവസം ഇവൾ ഭർത്താവ് ഉള്ള സമയത്താണ് ഒരു ബാഗിനകത്ത് നിറച്ച് പൈസ എടുത്ത് ഇങ്ങനെ പോകുമ്പോൾ ഭർത്താവിന് സംശയം തോന്നി. ഇവളിങ്ങനെ പൈസ കൊടുക്കുന്നുണ്ടെന്നൊക്കെ അവൾക്ക് ഭർത്താവിന് മനസ്സിലായി. അങ്ങനെ ഇത് പക്ഷെ പിടിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഈ ബാഗും എടുത്തുകൊണ്ട് പോകുന്ന എലിസബത്തിനോട് ഭർത്താവ് പറഞ്ഞു, അവിടെ നിൽക്കുന്നത്. എന്നിട്ട് ആ ബാഗ് തുറന്നു നോക്കുമ്പോൾ നിറച്ച് പൈസ ആയിരുന്നു. പക്ഷേ ഭർത്താവ് ഈ ബാഗ് തുറക്കും, അപ്പോൾ ബാഗിനകത്ത് നിറച്ചും പൂക്കളാണ്, റോസാപ്പൂക്കൾ. അപ്പോൾ എന്ത് ചെയ്യും? ഭർത്താവ് അതിൽ നിന്നൊരു പൂവെടുത്തിട്ട് ആ ബാഗ് അടച്ചിട്ട് വരും, നീ കൊണ്ടുപോക്കണം പറയും. അങ്ങനെ അവൾ കൊണ്ടുപോയി അതെല്ലാം കൊടുത്തിട്ട് തിരിച്ചു വരും. അങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭർത്താവിന് ഇറ്റലിക്ക് പോകേണ്ട ആവശ്യം വന്നു. അങ്ങനെ ഇറ്റലിക്ക് പോകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ ഭർത്താവ് അവിടെ വെച്ച് മരിച്ചു പോവുകയാണ്. ഭർത്താവ് മരിച്ചു കഴിയുമ്പോഴത്തേക്കും ഇവളുടെ ബന്ധുക്കൾ, അല്ലെങ്കിൽ രാജാവിൻ്റെ ബന്ധുക്കൾ, ഭർത്താവിൻ്റെ ബന്ധുക്കളെല്ലാം പറയാണ്, ഇവൾ ഈ രാജ്യത്തെ നശിപ്പിക്കും, പൈസ ദുർവിനിയോഗം ചെയ്യുന്നു, അതുകൊണ്ട് ഇവൾ ഇനി കൊട്ടാരത്തിൽ വേണ്ട എന്ന് പറഞ്ഞ് അവളെ കൊട്ടാരത്തിൽ നിന്ന് പുറത്താക്കും. അപ്പം എലിസബത്തും കുട്ടികളും ഇങ്ങനെ ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറങ്ങും. അങ്ങനെ ഒരു കാലിത്തൊഴുത്ത് പോലെയുള്ള ഒരു സ്ഥലത്ത് പോയി ഇവൾ കൊട്ടും തണുപ്പത്തി കുഞ്ഞുങ്ങളെ കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഇവളുടെ ജീവിതം അറിയാവുന്ന ഒരു ബിഷപ്പ് ഇവളുടെ ദയനീയ സ്ഥിതി കണ്ടിട്ട് പ്രത്യേക കേസൊക്കെ കൊടുത്ത് കുറച്ച് പൈസയൊക്കെ അവളെ കിട്ടും. അങ്ങനെ അവൾ കുട്ടികളെയൊക്കെ വളർത്തും. അവസാനം എത്ര പൈസ കിട്ടിയാലും കിട്ടുന്നതെല്ലാം പാവങ്ങൾ കൊടുക്കും. അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാം വളർത്തിയ ഒരു സ്ഥിതിയിലേക്ക് എത്തിച്ചു. അവസാനം ഫ്രാൻസിസ്കൻ തേർഡ് ഓർഡറിൽ ചേർന്ന് പ്രാർത്ഥനയും പരിത്യാഗവും യേശുവാണ് എൻ്റെ ജീവിതത്തിലെല്ലാം. അങ്ങനെ ജീവിതത്തിൽ രാജകീയ പദവി, അങ്ങനെ രാജകുമാരിയുടെ പദവി, അല്ലെങ്കിൽ ആ രാജ്യമൊക്കെ അവർക്ക് ഭരിക്കാമായിരുന്നു. അതെല്ലാം ഉപേക്ഷിച്ച് യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഹംഗറിയിലെ വിശുദ്ധ എലിസബത്ത് നമുക്ക് മാതൃകയാകണം. പ്രിയപ്പെട്ട സഹോദരൻ, ഇങ്ങനെയുള്ള ധന്യരായിട്ടുള്ള, അങ്ങനെ വിശുദ്ധരായിട്ടുള്ള അനേകരുടെ വിയർപ്പും അവരുടെ കാൽപാദങ്ങളും പതിഞ്ഞ മണ്ണിലാണ് ഞാൻ നിങ്ങൾ നിൽക്കുന്നത്. അവരെല്ലാം ഈശോയെ സ്വന്തമാക്കാൻ വേണ്ടി തങ്ങളെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എനിക്കും കർത്താവിനെ സ്വന്തമാക്കണം. യേശു ഇല്ലാത്ത ഒരു ജീവിതം എനിക്ക് വേണ്ട. പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ സ്വന്തമാക്കി. ഈ വചനം കേൾക്കുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഉള്ളിൽ ഒരു തീ ഉണ്ടാകണം. എനിക്ക് എൻ്റെ യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കണം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 10-ാം അധ്യായം 29-ാമത്തെ ലിഖിതം, സെയിന്റ് മാർക്ക് ചാപ്റ്റർ 10 വേഴ്സ് 29, യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും
ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്ന എല്ലാവർക്കും ഇവിടെ വെച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കുകയില്ല. വീണ്ടും മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 11-12 നിങ്ങൾ, എന്നെ പ്രതി മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും എല്ലാവിധ തിന്മകളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ, നിങ്ങൾ ആനന്ദിച്ചാഹ്ലാദിക്കുവിൻ, സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വലുതായിരിക്കും. നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പ്രവാചകന്മാരെയും അവർ ഇപ്രകാരം പീഡിപ്പിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. സഹോദരങ്ങളെ, കർത്താവിനെ പ്രതി സഹിച്ച് വേദനിച്ച അനേകം മക്കളുണ്ട്. അവരൊക്കെ ഒരിക്കലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. യേശുക്രിസ്തുവിന് എൻ്റെ ജീവിതത്തിൽ മുഖ്യസ്ഥാനം, അവൻ ഇഷ്ടമില്ലാത്ത, ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യുകയില്ല. അധികാരങ്ങളാകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, അല്ലെങ്കിൽ പണമാകട്ടെ, പദവിയാകട്ടെ, പുല്ല് പോലെ വലിച്ചെറിഞ്ഞിറങ്ങി വന്ന അനേകർ ഇന്ന് ലോകത്തിലുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതെല്ലാം യേശുക്രിസ്തുവിൻ്റെ സ്നേഹമാണ് ഇവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പലപ്പോഴും യേശുക്രിസ്തുവിനേക്കാൾ ഉപരിയായി ഈ ലോകത്തിൽ പലതിനെയും സ്നേഹിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും വലിച്ചെറിയാൻ പറ്റുകയില്ല. നമുക്കെന്ത് ചെയ്യും? നമ്മൾ നിരാശപ്പെടും. പണം നഷ്ടപ്പെടുമ്പോൾ, ജോലി നഷ്ടപ്പെടുമ്പോൾ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ നമ്മുടെ കൂടെ യേശു ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നിരാശപ്പെടും. പ്രിയപ്പെട്ട മറ്റ് യേശുക്രിസ്തുവിന് വേണ്ടി ഇതെല്ലാം വലിച്ചെറിയാൻ തയ്യാറാകുമ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് തന്നെ നമ്മൾ ചേർത്ത് പിടിക്കും. ലോകം നമ്മൾ അംഗീകരിക്കും. ഒരു കാലഘട്ടത്തിൽ ചിലപ്പോൾ നമ്മളോട് പറയും, ഓ അവൻ കർത്താവിനെ പ്രതി ജീവിച്ചിട്ട് അവൻ എന്ത് കിട്ടി എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ലോകം പരിഹസിക്കും. ആ പരിഹസിച്ച ലോകം തന്നെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങും, നമ്മൾ അംഗീകരിക്കാൻ തുടങ്ങും, നമുക്ക് അവർ വില തരും. ഈ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു വലിയൊരു കാര്യമുണ്ട്. എന്ന് വെച്ചാൽ ഈ കാലഘട്ടത്തിൽ ആരും ചെയ്യാത്ത ഒരു കാര്യം, അതും പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്കാണ് പിന്നെ ഓർക്കാം, ഇതെങ്ങനെയൊക്കെ ചെയ്യും. പക്ഷേ എല്ലാ സുഖ സൗകര്യങ്ങളും എല്ലാ ആഡംബരങ്ങളുള്ള അമേരിക്കയിൽ നടന്നൊരു സംഭവമാണ് അച്ഛൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വരുന്നത്. പ്രിയപ്പെട്ട ക്രിസ്തുവിന് സാക്ഷ്യം നൽകിയ ധീരയായ ഒരു വനിത, ഒരു 19 വയസ്സ് മാത്രമേ ഉള്ളൂ. ആ വനിതയുടെ പേരാണ് മിസ് കെയ്ലി ബുഷ്. 2024 ഓഗസ്റ്റിൽ മിസ് നോർത്ത് ഫ്ലോറിഡ എന്ന പദവി ഈ പെൺകുട്ടിക്ക് കിട്ടി. എന്നാൽ സുന്ദരികളിൽ സുന്ദരി, നല്ല അറിവ്, ജ്ഞാനം, 19ാമത്തെ വയസ്സിലാണ്. അങ്ങനെ മത്സരത്തിൽ പങ്കെടുത്തു. അടുത്തത് കിട്ടേണ്ടത് മിസ് ഫ്ലോറിഡ പദവിയാണ്. അതിനുള്ള മത്സരത്തിന് ഏറ്റവും യോഗ്യതയുള്ള പെൺകുട്ടി. അങ്ങനെ മത്സരത്തിന് തയ്യാറായി. മത്സരം അടുത്ത് വരുന്ന സമയത്ത് ഇവളെ ആ മത്സരം നടത്തിപ്പുകാർ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരു പ്രത്യേക അധികാര പത്രത്തിൽ ഒപ്പിടണം. അവൾ ചോദിച്ചു, എന്ത് അധികാരപത്രം? അപ്പോൾ അവർ പറഞ്ഞു, ഇവിടെ മത്സരാർത്ഥികളുണ്ട്, ധാരാളം പേര് മത്സരിക്കാൻ ഉണ്ട്, നീ ഇതിന് ഫസ്റ്റ് ചാൻസ്, നിനക്ക് ഈ സമ്മാനം കിട്ടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ്. അത്രയേറെ സൗന്ദര്യമുള്ള ഈ പെൺകുട്ടി. അവൾ പറഞ്ഞു, എന്താ എഴുതേണ്ടത്? അപ്പോൾ അവൾ പറഞ്ഞു, അപ്പോൾ ആ അധികാരികൾ പറഞ്ഞെങ്ങനെയാണ്, മെയിൽ ആൻഡ് ഫീമെയിൽ, പുരുഷനും സ്ത്രീയും അവർ ഉണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരായി ജനിച്ചവർ, അവർ ഓപ്പറേഷനിലൂടെ അല്ലെങ്കിൽ ആശുപത്രിയിൽ പ്രത്യേക ശസ്ത്രക്രിയയിലൂടെ തങ്ങളുടെ ലിംഗമാറ്റം നടത്തി സ്ത്രീ ആയിട്ട് മാറിയ ആളുകൾ ഈ മത്സരത്തിൽ പങ്കെടുക്കും. അതിന് നിനക്ക് തടസ്സങ്ങളൊന്നുമില്ല, ഞാനത് അംഗീകരിക്കുന്നു, എനിക്കതിന് യാതൊരു അല്ലെങ്കിൽ എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള അധികാരപത്രത്തിൽ നീ ഒപ്പുവെക്കണം. എങ്കിൽ മാത്രമേ ഈ മത്സരത്തിൽ നിനക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ മിസ് കെയ്ലി ബുഷ് എന്താ പറഞ്ഞതെന്നറിയാവോ? ഇത് ദൈവവചനമനുസരിച്ച്, യേശുക്രിസ്തുവിൻ്റെ പഠിപ്പിക്കൽ അനുസരിച്ച്, ദൈവവചനമനുസരിച്ച്, ക്രിസ്തീയ ചിന്തയനുസരിച്ച് ഇത് ചെയ്യാൻ പാടില്ല. 2 ജെൻഡറുകളേ ഉള്ളൂ, മെയിൽ ആൻഡ് ഫീമെയിൽ. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒപ്പിടില്ല. അപ്പോൾ അവർ പറഞ്ഞു, നീ ഇതിലൊപ്പിടുന്നില്ലെങ്കിൽ നിനക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന മിസ് നോർത്ത് ഫ്ലോറിഡ എന്ന കിരീടം തിരിച്ചു തരണം. അവൾ പറഞ്ഞു, ഇത് അംഗീകരിച്ചിട്ടാണെങ്കിൽ എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ കിരീടം ഊരി വെച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെറും 19 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി, അമേരിക്കയിൽ ഇനിയും എത്രയോ സ്ഥാനങ്ങളിൽ ഉന്നതിയിൽ എത്തിച്ചേരാനുള്ള ആ പെൺകുട്ടി പുല്ല് പോലെ തൻ്റെ കിരീടം വലിച്ചിരുന്നു. അത് കണ്ട് കുറേ ആളുകൾ ഇവളുടെ ഈ ഒരു സാക്ഷ്യം, യേശുവിന് കൊടുത്ത സാക്ഷ്യം കണ്ടിട്ട് അവൾക്ക് ഒരു അംഗീകാരം കൊടുത്തു. മിസ് ഷീ ലീഡ്സ് അമേരിക്ക.
അമേരിക്കയെ നയിക്കുന്ന പെൺകുട്ടി. വീണ്ടും മറ്റൊരു പദവി, യങ് ക്രിസ്ത്യൻ വിമൻ ഓഫ് ഡിസ്റ്റിങ്ഷൻ അവാർഡ്. ഇങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ധാരാളം കൃപ. നമുക്ക് ദൈവത്തിന് വേണ്ടി, കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി അധികാരങ്ങളും അംഗീകാരങ്ങളും പുല്ല് പോലെ വലിച്ചെറിഞ്ഞ കെയ്ലി ബുഷ്, മിസ് കെയ്ലി ബുഷ്, ഇത് നമുക്ക് മാതൃകയാകണം. ഇന്ന് എത്ര പേരുണ്ടാകും അംഗീകാരങ്ങൾ, സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും വലിച്ചെറിയുന്ന എത്ര പേരുണ്ട്? അത് കണ്ണടക്കി നമ്മൾ ആ സാരമില്ല പോട്ടെ, പ്രാർത്ഥിച്ചാൽ മതി. അതല്ല, കർത്താവിന് വേണ്ടി, കർത്താവിനെ സ്വന്തമാക്കാൻ അധികാരങ്ങളും അംഗീകാരങ്ങളും സ്ഥാനമാനങ്ങളും വലിച്ചെറിയണം. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 17-ാമത്തെ തിരുലിഖിതം, ക്രിസ്തുവിൽ ആയിരിക്കുന്നവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കടന്നുപോയി, ഇതാ പുതിയത് വന്നു കഴിഞ്ഞു. ക്രിസ്തുവിലായിരിക്കുക, അവൻ പുതിയ സൃഷ്ടിയാണ്. ഈ ലോകത്തിൽ മാറ്റങ്ങൾ വരും, ഈ ലോകത്തിൽ പല വിധത്തിൽ തീരുമാനങ്ങൾ വരും, ദൈവവചനം ലംഘിക്കാനുള്ള പല മേഖലകൾ നമ്മളെ തേടിയെത്തും. അപ്പോഴൊക്കെ യേശു ക്രിസ്തുവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്ന ധീരരായി തീരണം നാം ഓരോരുത്തരും. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്കും നിങ്ങളുടെ ഭവനത്തിലേക്കും നിങ്ങളുടെ സമസ്ത മേഖലയിലേക്കും ഇറങ്ങി വന്ന് കർത്താവ് കൈ പിടിച്ച് നടത്തുന്ന ഒരനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ ആ വലിയ സ്നേഹം നമുക്ക് ഓരോരുത്തർക്കും അനുഭവിക്കാം. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ ആരാധനയിലേക്ക് പ്രവേശിക്കും. ഈ സമയം കർത്താവെ, എനിക്ക് എന്ത് ബല കൊടുത്തും കർത്താവിനെ സ്വന്തമാക്കാൻ സാധിക്കണമെന്ന് ആരാധനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ നമ്മളായിരിക്കുകയാണ്. യേശുവിനെ പ്രതി എല്ലാം ഉപേക്ഷിക്കാനും അവിടുത്തെ സ്വന്തമാക്കാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. യേശുവിനെ സ്വന്തമാക്കിയവർക്ക് പിന്നെ കർത്താവിനോട് എന്തും ചോദിക്കാം. ഈ പ്രാർത്ഥനയുടെ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങളും വേദനകളെല്ലാം കർത്താവിനോട് പ്രാർത്ഥിക്കുക. ഹൃദയത്തിലെ ഭാരങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുക. അവർ നമ്മളെ അനുഗ്രഹിക്കും. ഇപ്പോൾ നിങ്ങൾ കരങ്ങൾ യാചന രോധി പിടിച്ച് ഓരോരുത്തരുടെ അവസ്ഥകൾ വിവരിച്ച് പ്രാർത്ഥിക്കുക. കർത്താവിനോട് പറയുക, എനിക്ക് അങ്ങ് മാത്രം മതി, അവിടുന്ന് ഇല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട, യേശുവല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ഇതാ ഞാൻ അങ്ങയുടെ പിന്നാലെ വരുന്നു, എന്നെ ഉപേക്ഷിക്കരുതേ. എനിക്കങ്ങ് ദാനമായി നൽകിയിരിക്കുന്ന എല്ലാം കർത്താവേ, അത് എനിക്ക് സ്വന്തമായി സ്വീകരിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ എനിക്ക് കൃപ നൽകണം. ഈ ലോകത്തിലെ ശക്തികളും അന്ധകാരങ്ങളൊന്നും ഞങ്ങൾ കീഴ്പ്പെടുത്താതിരിക്കട്ടെ. 2 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്നേഹിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും ദൈവകൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈശോയെ, എനിക്ക് അവിടുന്ന് മാത്രം മതി, മറ്റൊന്നും എനിക്ക് വേണ്ട എന്നാഗ്രഹിച്ച് എല്ലാവരും ഉച്ചത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിനെ മാത്രം ഉച്ചത്തിൽ വിളിച്ച് ബാക്കിയെല്ലാം മാറ്റുക തീരുമാനിക്കുക. യേശുവിനെ മാത്രം ജീവിതം മുഴുവൻ സമർപ്പിച്ച് ഹൃദയ ഭാരങ്ങൾ സമർപ്പിച്ച് രോഗങ്ങൾ സമർപ്പിക്കുക. സൗഖ്യങ്ങൾ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നു.